ഹായ് ഗൈസ്, നമ്മുടെ അപ്പോൾ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഒരാളെ കാണിച്ചു തരാം. കമോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കഥയിലെ മെയിൻ താരമാണ് നമ്മുടെ സിൽക്കി. രാവിലെ തന്നെ എണീച്ച് വന്ന് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അമ്മ ഞങ്ങളെ കരിയേപ്പില പറിക്കാൻ പറഞ്ഞു വിട്ടെ. അപ്പോൾ ഇന്നാൾ ഞങ്ങളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മളെ സുന്ദരി ജാമ്പയ്ക്ക് കാണിച്ചു തരാം. ഇതല്ലോ കണ്ടോ ഒരെണ്ണം ഇത്തിരി വലുതായി. ഇത് എത്രയാണ് വലുതാവണേന്ന് നമുക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് വിളഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്നിട്ട് പോണ വഴി ഈ ഒരു സാധനത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബോൾ പോലെ ആവണ ഒട്ടയാണ്. ബോൾ പോലെ ഇരിക്കും. ഇത് നമ്മളെ ഇങ്ങനെ തൊടുമ്പം ബോൾ പോലെ ആവുമേ. ഇതിനെ ഇപ്പോഴും ഇവിടെയെങ്കിലും കാണാറില്ല, പക്ഷേ അവിചാരിതമായി ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ കാണുമ്പോൾ. ഇങ്ങനെ ഇതിനെ തൊടുമ്പോഴത്തേക്കും അത് ചുരുട്ടും. പിന്നെ എന്താ, ഇത് നമ്മുടെ കൊക്കോ മരം. ചുമ്മാ വായി നോക്കാൻ കയറി പോകുമ്പോൾ ഇവിടെയൊക്കെ പോയി നോക്കാറുണ്ട്. അതൊക്കെ ഒരു രസം. ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് അമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ആക്ച്വലി നമ്മൾ വന്നത്. ഇന്ന് ഞാൻ മുട്ടയടിക്കും. ഞാൻ കരിയേപ്പില പറിക്കാൻ കയറി വരാറ് ഉള്ളപ്പോഴെല്ലാം ഞാൻ ഇത് മുട്ടയടിച്ചിട്ടാണ് ഇറങ്ങി പോണത്. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് അടുക്കള വിശേഷത്തിലോട്ട് വരാം. രാവിലെ ഉള്ളിക്കറിയല്ല, മുട്ടക്കറിയാണ്. അതിൻ്റെ ഉള്ളിയാണ് ഈ അടുപ്പിൽ കിടന്ന് എന്താണ് വരണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പം, അത് കഴിഞ്ഞ് മുട്ട ഞാൻ തന്നെയാണ് പൊളിച്ചത്. 2-3 പൊളിഞ്ഞു പോയി. സിൽക്കി മുട്ടേനെ മണം അടിച്ചപ്പോൾ സിൽക്കി ഹാജരായിട്ടുണ്ട്. ഓക്കെ, സിൽക്കിയെ കാണിച്ച് കൊതിപ്പിക്കണതാണ് മുട്ട. ശരി, നമുക്ക് കറി ഇതിലോട്ട് ഒഴിക്കാം. കറിയല്ല, ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് അപ്പവും മുട്ടക്കറിയും കൂടി കഴിക്കാം. ഓക്കെ, കറി ഫുൾ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നേ. ഒരെണ്ണം അല്ല, 2-3 വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ആയിട്ട് അതൊക്കെ എടുത്തു. ഇതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ നാളെ വരുമേ നമ്മുടെ ചാനലിൽ. ഇതെന്തോന്നായിരുന്നു, ഇതൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ച തുണിയാണ്. നല്ല രസമില്ലേ കാണാൻ. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ള നല്ല പൂക്കള വർണ്ണ ശബളിമയാർന്നൊരു തുണിയായിരുന്നേ. നല്ല രസമുള്ളൊരു തുണിയാണ്. ഇതിലൊരു മോഡലാണ് ഞങ്ങൾ തയ്ക്കുന്നത്. ആ റെഫറൻസ് പിക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കുറേ നാളുകൊണ്ട് നോക്കി നടക്കേണ്ടത് ഇതിൽ എന്ത് തയ്ക്കും അപ്പോഴാണ് ഈ മോഡൽ കണ്ടത്. അപ്പോൾ ഇത് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നാളെ വരുന്നുണ്ട്, എല്ലാവരും കാണുക. ഓക്കെ, അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ആ കൊച്ചു മമ്മിയും കൂടെ പോയി ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ ഡേ ആണല്ലോ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചായിരുന്നേ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോഴേ സിൽക്കി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ സിൽക്കിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലോ വരണമെങ്കിലൊക്കെ ഭയങ്കര വെപ്രാളമാണ്. അങ്ങനെ അവൾക്ക് എവിടെ പോയാലും അവൾക്ക് എല്ലാവരെയും കൂടെ പോകണം. എപ്പോഴും അവളടുത്ത ആൾ വേണം. അങ്ങനെയൊക്കെ ഒരു സെൽഫിഷ് ഗേളാണ് സിൽക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നേ. ഈ സിൽക്കി ആണെങ്കിലേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളെ കൂടെ ഇനി ഇറങ്ങുവേ. അങ്ങനത്തെ ഒരു പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയാണ് സിൽക്കി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. സവാളയൊക്കെ പൊളിച്ചു കൊടുത്തു. ഈ കൊച്ച് ചുമ്മാ ഒരു പണിയില്ലാതെ ഇരിക്കുകയാണ് ഗൈസ് ചെയ്യണത്. ഞാനാണ് ഇവിടെ എല്ലാ ജോലിയും ചെയ്യണത്. ഈ കൊച്ചിന് ഒരു ജോലിയില്ല. ഈ സിൽക്കിയെയും കളിപ്പിച്ചുകൊണ്ട് ഇവിടെ കറങ്ങി നടക്കും. അപ്പോഴത്തേക്കും മമ്മി പഴം ഇട്ട് വന്നു. ഈ പഴം കണ്ട ഇതെനിക്ക് കാണിക്കണമെന്നേ എന്ന് വെച്ചാൽ ഒരു ബന്ധവും ഇല്ലാതെ ഈ കൊലയിൽ പഴം കാച്ചേക്കണം. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്, ഒരെണ്ണം ഇടത്തരം, അങ്ങനെ പല ടൈപ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കറി വറുത്തരച്ചാണ് ഇന്ന് വെക്കണത്. ബിരിയാണി അരിയുണ്ട്. അതൊക്കെ വെള്ളത്തിയിട്ട് കുതിർക്കാനായിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇത് ഞാൻ പൊളിച്ച സവാള, ഞാൻ പൊളിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ തുണി നമ്മൾ തച്ചുകൊണ്ടിരുന്നപ്പോഴേ അതിൻ്റെ സ്ലീവ്സിലാണെങ്കിൽ ഇങ്ങനൊരു സംഭവം കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അരുമ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ സ്ലീവ്സ് ആക്കിക്കൂടാ എന്നെൻ്റെ ബുദ്ധിയിൽ വന്നു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചു. അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഒരു സംഭവം വാങ്ങിച്ചായിരുന്നു. ഏതാണ്ട് കണ്ടോ, കുഞ്ഞു പപ്പടം. ഇത് ഇന്നത്തെ മെയിൻ അട്രാക്ഷനാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നേ കാണാനൊക്കെ. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മഞ്ഞ കളർ വേണ്ട, വെള്ള കളർ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, നല്ല ടേസ്റ്റായിരുന്നു, നല്ല മണമായിരുന്നു. അത് കഴിഞ്ഞത് ആ വറുത്തരച്ച ചിക്കൻ കറി ഭയങ്കര എരിയായിരുന്നേ.
ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും എരി കുറച്ച് മുമ്പിലോട്ട് നിൽക്കണം. അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ. അതിന് എന്താ കരിഞ്ഞിരിക്കുന്നതെന്നല്ല, മമ്മി എന്തെങ്കിലും കുരുമുളക് പ്രത്യേകിച്ചൊരു മസാലയാണ് ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ മടിയായതുകൊണ്ട് ഇല വെട്ടിയേ. ഇത് ഇവൾക്കിട്ട ഇലയല്ല കേട്ടോ, ഇവൾ ഞാനും അടുത്തടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഇലയിൽ അവൾ ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു. അല്ലെങ്കിലേ കഴിച്ചിട്ട് ഒരു ഉറക്കത്തിനുള്ള വഴി നോക്കി വരായിരുന്നു. അപ്പോഴങ്ങോട്ട് നല്ലതെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ കുറേ നേരം കിടന്നുറങ്ങി. എണീച്ചപ്പോഴത്തേക്കും മഴ കുറച്ചൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ദാ കണ്ടോ, നല്ല മഴയായിരുന്നേ. തോട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 5:30 കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ മാങ്ങ പറിക്കാൻ പോയേ. ഞങ്ങളുടെ മാവ് തന്നെയാണ്. ഈ കൊച്ചി ഇപ്പം ഞാൻ എറിഞ്ഞിട്ട് തരാം, എറിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് പൊതക്കം കല്ലെടുത്ത് എങ്ങോട്ടൊക്കെയാണോ അത് എറിഞ്ഞ് വിട്ടത്. മാങ്ങ നിന്ന് ആടണതല്ലാതെ വീണില്ല. അത് വാഴക്കൈ ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചിന് എനിക്ക് വലിയ വിലയില്ലായിരുന്നെങ്കിലും ക്യാമറ മാറ്റി ഉടനെ ഒരു മാങ്ങ വീണേ, അത് പറയാതെ വയ്യ. അത് കഴിഞ്ഞ് നമ്മുടെ മമ്മി റോക്സ് രംഗത്തെത്തിയിട്ടുണ്ട്. മമ്മി തോട്ടയൊക്കെ വെച്ച്, മമ്മിയെ കണ്ടി വലിയ തോട്ടയൊക്കെ വെച്ച് ഇതാ കറക്റ്റായിട്ട് മാങ്ങയൊക്കെ തള്ളിയിടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 2 മമ്മി തള്ളിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചറവറ അതായത് ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്ന ഒരു സൈഡിൽ മാത്രമായിരുന്നേ കൊലയായിട്ട് നിന്നത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എണ്ണി നോക്കി ഒരു 10-30 മാങ്ങ ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് അത്ര സുഖമില്ലാത്തൊരു കാര്യമാണ്. കുറേ തുണിയുണ്ടായിരുന്നു കഴുകാൻ. ഒരാഴ്ചത്തെ തുണിയെന്ന് പറഞ്ഞാണ് വാരിയിട്ടത്. പക്ഷേ കഴുകി തുടങ്ങിയപ്പോൾ തീരണവുമില്ല, ഒരു അന്തവും കുന്തവും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.